കണ്ടോ, പുട്ടായിട്ടുണ്ട്. നമുക്ക് അരിപ്പുട്ടുണ്ടാക്കാം. അതിനായി ആവശ്യത്തിനുള്ള പൊടി എടുത്തിട്ട് അതിലേക്ക് ഉപ്പിടുക. പൊടിയുപ്പാണ് ഞാനിടുന്നത്. പൊടിയുപ്പ് ഇങ്ങനെ വെതറുക. ആവശ്യത്തിനിട്ടിട്ട് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്യണം. നന്നായി മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം അതിലേക്ക് പീരിയിടുക. അരിപ്പുട്ടായതുകൊണ്ട് പീരിയിട്ട് നന്നായിട്ട് കുഴക്കണം. നല്ലോണം പീരിയിടണം. നന്നായി പീരിയിട്ട് ഇതിലേക്ക് പീരിയിട്ട് നന്നായി മിക്സ് ചെയ്യുക. ഉണ്ടോ? നന്നായി മിക്സ് ചെയ്യുക. പീരി അതിനുശേഷം തിളപ്പിച്ച് ആറിയ വെള്ളം കുഴച്ചിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഉണ്ടോ? നന്നായി മിക്സ് ചെയ്ത് എടുക്കുക. കണ്ടോ, നന്നായിട്ട് പൊടി കുഴച്ചിട്ടുണ്ട്. ഇതുപോലെ നന്നായിട്ട് കുഴച്ചെടുക്കണം. തേങ്ങാക്കൊത്തൊക്കെ ഇടയ്ക്ക് കിടന്നാൽ നല്ല ടേസ്റ്റാണ്. ഇടയ്ക്ക് ഇങ്ങനെ കടിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. ഇതിങ്ങനെ എടുത്തൊന്ന് ഇങ്ങനെ ഒന്ന് പതുക്കെ പിടിച്ചു നോക്കാം. അപ്പോൾ ഇങ്ങനെ വരുമ്പോഴാണെങ്കിൽ ആണ് അതിൻ്റെ കറക്റ്റ് പാകം. കണ്ടോ? പുട്ട് പൊടി കുഴച്ചത്, പീരയും ചേർത്തിയത്, ഇതിനെ നമുക്കിനി കണയിൽ നിറക്കാം. ആദ്യം നമുക്ക് പീര കണയിൽ അതിൻ്റെ ചില്ലൊക്കെ ഇട്ട് വെച്ച് കഴുകി നീറ്റാക്കിയതാണ്. അതിലേക്ക് ആദ്യം നമുക്ക് പീര ഇടാം. അതിനുശേഷം നമുക്ക് അതിലേക്ക് പൊടി കുഴച്ചതിടാം. പകുതി കണ പൊടി കുഴച്ചത്, അത് കഴിഞ്ഞ് വീണ്ടും പീര, അത് കഴിഞ്ഞ് വീണ്ടും പൊടി കുഴച്ചത്, മീതെ വീണ്ടും പീര, അങ്ങനെ നടക്കാം. കണ്ടോ? പകുതി പുട്ട് നിറച്ചിട്ട് അതിൻ്റെ മീതെ പകുതിക്ക് വെച്ചിട്ട് വീണ്ടും പീരയിടും. ഇനി വീണ്ടും നമുക്ക് പൊടി നിറക്കാം. കണ്ടോ? ബാക്കി ഭാഗം കൂടി പൊടി നിറച്ച് അതിൻ്റെ മീതെ പീര വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ മൂടിയെടുത്ത് മൂടാം. എന്നിട്ട് നമുക്ക് കുക്കറിൻ്റെ മീതയിൽ വെക്കാം. ഇനി ഇത് ആവി വരട്ടെ. നന്നായി ആവി വന്ന് ഇവിടെ ആവിയുടെ മണം നോക്കുക. അപ്പോൾ വെന്ത മണം വരും ഇവിടെ നിന്ന് വരുന്ന ആവിക്ക്. അപ്പോൾ നമുക്ക് ഇറക്കാം. അടുത്തത് നമുക്ക് ചിരട്ട ഷേപ്പിലുള്ള കണയിൽ നമുക്ക് പീരയും നിറക്കാം. കണ്ടോ? ചിരട്ടപ്പുട്ടും നിറച്ചിട്ടുണ്ട്. അതിൻ്റെ ചില്ലിൻ്റെ മീതെ പീര, അതിന് മീതെ പൊടി, ഏറ്റവും മീതെ പീര. എന്നിട്ട് നമുക്കിത് അടച്ചു വെക്കാം. ഇതടക്കാം. ഇപ്പോൾ വെച്ചിരിക്കുന്ന കണ വെന്ത് കഴിയുമ്പോൾ അത് നടക്കുന്ന ഗ്യാപ്പിൽ ഇത് വെക്കാം. ഈ ചിരട്ടപ്പുട്ടിൻ്റെ ഇത് വെക്കാം. അങ്ങനെ വേഗം വേഗം വേവിച്ചെടുക്കാം. കണ്ടോ? കുക്കറിൽ ആവി വരുന്നുണ്ട്. ഈ ആവി
ചൂട് അങ്ങനെ നമ്മൾ ഇച്ചിരി അകത്തി പിടിച്ച് വേണം നോക്കാൻ. ആവിക്ക് വെന്ത പുട്ടിൻ്റെ മണം ഉണ്ടോ എന്ന് നോക്കാം. കണ്ടോ? അപ്പം ആ വെന്ത പുട്ടിൻ്റെ മണം ഉണ്ടെങ്കിൽ നമുക്ക് കണ ഇറക്കി വെച്ചിട്ട് അടുത്ത ചെറ്റപ്പുട്ടിൻ്റെ കണ എടുത്ത് വെക്കാം. കണ്ടോ? അതിരുന്ന് ആവി കയറുമ്പോൾ ഇത് കുത്തിയെടുത്ത് അതിലേക്ക് വീണ്ടും നിറക്കാം. കുക്കറിൽ വേകുന്നതാണെങ്കിൽ ഒരു 2-3 മിനിറ്റ് വെച്ചാൽ മതി, പെട്ടെന്ന് വേഗം. ഉണ്ടോ? അപ്പോൾ ഈ ആവിക്ക് നല്ല വെന്ത പുട്ടിൻ്റെ മണമുണ്ട്. നമുക്ക് ചെറ്റപ്പുട്ടെടുത്തിട്ട് നിറച്ച് വെച്ച ഈ കണ എടുത്തു വെക്കാം. നമുക്ക് സമയം വേസ്റ്റ് ആവാതെ വേഗം അത് കുത്തി നിറക്കുന്ന നേരം കൊണ്ട് ഈ പുട്ട് വെന്തിട്ടുണ്ടാവും. കണ്ടോ? അടുത്ത പുട്ടായിട്ടുണ്ട്. അത് ഇറക്കി വെച്ചിട്ട് നമുക്ക് ചെറ്റപ്പുട്ടിൻ്റെ കണ വെക്കാം.